ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് 6ാമത്തെ എക്സ്പെരിമെൻ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ അപ്ലൈഡ് തെർമോഡൈനാമിക്സിൽ 4ാമത്തെ സെമസ്റ്ററിൽ കഴിഞ്ഞ സെമ്മിൽ ATD ഉണ്ടായിരുന്നു. ആ സബ്ജക്റ്റിൽ ഒരു ഹീറ്റ് ബാലൻസ് ഷീറ്റിനെ കുറിച്ച് പഠിച്ചിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യൽ എന്നാണ് ഈ എക്സ്പെരിമെൻറ്റിലുള്ള നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഹീറ്റ് ബാലൻസ് ഷീറ്റ് എന്നാൽ എന്തായിരുന്നു? ഹീറ്റ് ബാലൻസ് ഷീറ്റ് നമുക്കറിയാം, ഒരു എൻജിനിൽ ഹീറ്റ് നമ്മൾ സപ്ലൈ ചെയ്യും. ഹീറ്റ് എൻജിനിൽ ഫ്യുവലിൻ്റെ രൂപത്തിൽ ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യും. ആ സപ്ലൈ ചെയ്യുന്ന എനർജി കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും ഔട്ട്പുട്ട് പവറാക്കി മാറ്റുന്നില്ല എന്ന കാര്യം അക്കോർഡിംഗ് ടു തെർമോഡൈനാമിക് ലോ പ്രകാരം നമ്മൾ പഠിച്ചതാണ്. കൊടുത്ത ഹീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും ഔട്ട്പുട്ട് പവറായിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഹീറ്റിൻ്റെ ഒരു ഭാഗം പല ഭാഗങ്ങളിലോട്ട് ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു 100 കിലോ ജൂൾ ഹീറ്റ് കൊടുത്താൽ ഒരിക്കലും 100 കിലോ ജൂള് ഔട്ട്പുട്ട് എനർജി കിട്ടൂല, പുറത്തോട്ട് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നില്ല. പകരം 50 മാത്രമേ എന്ത് ചെയ്യണുള്ളൂ, ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നുള്ളൂ. ബാക്കി 50 പല ഭാഗങ്ങളിലോട്ട് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു ബാലൻസ് ഷീറ്റ്, വരവും ചെലവും എന്ന് പറഞ്ഞ പോലെ ഒരു ഷീറ്റാണ് ഈ ഹീറ്റ് ബാലൻസ് ഷീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൽ എ ഹീറ്റ് ബാലൻസ് ഷീറ്റ് ഈസ് ആൻ അക്കൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈഡ് ആൻഡ് ഹീറ്റ് യൂട്ടിലൈസ്ഡ് ഇൻ വേരിയസ് വേസ് ഇൻ ദ സിസ്റ്റം. ഹീറ്റ് സപ്ലൈ ചെയ്തതും ഹീറ്റ് യൂട്ടിലൈസ് ചെയ്ത വേരിയസ് റൂട്ടുകളും മനസ്സിലാക്കുന്ന ഒരു ഷീറ്റാണ് ഹീറ്റ് ബാലൻസ് ഷീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എയിം എന്ന് പറയുന്നത് ടു കണ്ടക്ട് ദ ടെസ്റ്റ് ഓൺ ദി ഗിവൺ IC എഞ്ചിൻ ആൻഡ് ടു പ്രിപ്പയർ ദി ഹീറ്റ് ബാലൻസ് ഷീറ്റ്. ഒരു IC എഞ്ചിൻ ഉണ്ട്, നമ്മളെ ലാബിലുള്ളൊരു ഡീസൽ എഞ്ചിനാണ്. ആ ഡീസൽ എഞ്ചിൻ്റെ ഒരു ലോഡ് ടെസ്റ്റ് നടത്തിയിട്ട് ആ എഞ്ചിൻ്റെ ഹീറ്റ് ബാലൻസ് ഷീറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ഓക്കെ, അപ്പോൾ എന്തെല്ലാം അപ്പാരറ്റസ് വേണം നോക്കാം. ഒരു IC എഞ്ചിൻ വേണം വിത്ത് ലോഡിങ് അറേഞ്ച്മെൻറ്റ്, ലോഡ് കൊടുക്കാനുള്ള ഒരു അറേഞ്ച്മെൻ്റ് ഉള്ള ഒരു IC എഞ്ചിൻ. പിന്നെ മെഷറിംഗ് ടൈപ്പ് ഓഫ് ത്രെഡ് ആൻഡ് സ്കെയില് ടാപ്പ് കാര്യങ്ങളൊക്കെ, ടാക്കോമീറ്റർ, സ്റ്റോപ്പ് വാച്ച്, ബക്കറ്റ്, സ്പ്രിംഗ് ബാലൻസ്. വെള്ളം ഈ ലോഡ് കൊടുക്കുന്നതിന് അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ടാപ്പ് അറേഞ്ച്മെൻ്റ് ഉള്ളതുകൊണ്ട് പ്രശ്നമല്ല. അപ്പോൾ അതിൽ നമ്മൾ ഹീറ്റ് ബാലൻസ് ഷീറ്റ് ഈസ് എൻ അക്കൗണ്ട്, അതിൻ്റെ തിയറി ആൻഡ് ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ബാലൻസ് ഷീറ്റ് ഈസ് എൻ അക്കൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈഡ് ആൻഡ് ഹീറ്റ് യൂട്ടിലൈസ്ഡ് ഇൻ വേരിയസ് വേസ് ഇൻ ദ സിസ്റ്റം. Necessary information concerning the performance of the engine is obtained from the heat balance sheet. ആ എഞ്ചിനെ കുറിച്ചുള്ള ഒരു അത്യാവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഹീറ്റ് ബാലൻസ് ഷീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. The heat balance sheet is generally done on second basis or minute basis or hour basis. എന്ന് പറഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ബേസിൽ ചെയ്യാം. എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇത്ര ഹീറ്റ് സെക്കൻഡിൽ കൂളിംഗ് വാട്ടറിലോട്ട് പോകുന്നു, ഇത്ര ഹീറ്റ് സെക്കൻഡിൽ എക്സോസ്റ്റ് ഗ്യാസിലോട്ട് പോകുന്നുണ്ട്. അതാണ് സെക്കൻഡ് ബേസിസ് എന്ന് പറയുന്നത്. ഇനി ഇത് മിനിറ്റിൽ വേണമെങ്കിൽ നോക്കാം, മിനിറ്റിൽ ഇത്ര പോകുന്നുണ്ട്. അതേപോലെ ഹവർ ബേസിസിൽ നോക്കാം, ഹവറിൽ ഇത്ര എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ചെയ്താലും ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിരിക്കും ഹീറ്റ് എനർജി. അപ്പോൾ നമ്മൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ദ എൻജിൻ ഷുഡ് ബി എക്വിപ്ഡ് വിത്ത് സൂട്ടബിൾ ലോഡിംഗ് അറേഞ്ച്മെൻറ്റ് ടു മെഷർ ദ ബ്രേക്ക് പവർ ഓഫ് ദ എൻജിൻ. ആ എൻജിൻ്റെ ബ്രേക്ക് പവർ ഓൾറെഡി എൻജിനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്നാൽ ആ എൻജിൻ്റെ ബ്രേക്ക് പവർ എത്ര ഉണ്ട്, അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോഡിംഗ് അറേഞ്ച്മെൻറ്റ് അതിന് വേണം. Provision are also made to measure amount of air intake, amount of fuel consumed. എത്ര എയറാണ് വലിച്ചെടുക്കുന്നത്, അതേപോലെ എത്ര ഫ്യൂവൽ കൺസ്യൂം ചെയ്യുന്നു, ടെമ്പറേച്ചർ, കൂളിംഗ് വാട്ടർ
കൂളിംഗ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഇൻലെറ്റ് ടെമ്പറേച്ചറും അതേപോലെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചറും മെഷർ ചെയ്യാനുള്ള ഓപ്ഷൻ വേണം. അതേപോലെ എക്സോസ്റ്റ് ഗ്യാസ് ഉണ്ട്. ആ എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഓപ്ഷൻ വേണം. അതേപോലെ റൂം ടെമ്പറേച്ചർ എത്ര ഉണ്ടെന്ന് മെഷർ ചെയ്യാനുള്ള ഓപ്ഷൻ വേണം. അതേപോലെ ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള സെറ്റപ്പുകൾ. ഇനി ഓരോ ഇക്വേഷൻസ്, ഇതിൽ ഉപയോഗിക്കുന്ന ഓരോ ഇക്വേഷൻസ് നോക്കാം. ഹീറ്റ് സപ്ലൈ ടു ദ എൻജിൻ ഈസ് ഓൺലി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ഈസ് ഈക്വൽ ടു, എൻജിനിലോട്ട് സപ്ലൈ, നമ്മൾ ഈ ഹീറ്റ് കൊടുക്കണമല്ലോ, ആ ഹീറ്റ് എനർജിയാണ് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആ കൊടുക്കുന്ന ഹീറ്റ് എനർജി, എൻജിനിലോട്ട് സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എനർജിയാണ് ആദ്യം കണ്ടെത്തേണ്ടത്. ഹീറ്റ് സപ്ലൈഡ് ഈക്വൽ ടു MF ഇൻറ്റു CV. അത് എൻജിനിലോട്ട് കൊടുത്തിട്ടുള്ള ഇൻപുട്ട് എനർജി, ഹീറ്റ് എനർജിയാണ് കണ്ടെത്താനുള്ള ഇക്വേഷനാണത്, MF ഇൻറ്റു CV. അതിൽ MF എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാസ് ഓഫ് ഫ്യൂവൽ യൂസ്ഡ് ഇൻ കിലോ. നമ്മളിപ്പോൾ ഇവിടെ മിനിറ്റ് ബേസിസിലാണ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് മിനിറ്റ് ബേസിസിലാണ് എല്ലാ യൂണിറ്റും എടുക്കുക. മാസ് ഓഫ് ഫ്യൂവൽ യൂസ്ഡ് ഇൻ കിലോഗ്രാം പെർ മിനിറ്റ്, അതാണ് എന്ത് MF എന്ന് പറയുന്നത്. മിനിറ്റിൽ ഉപയോഗിച്ച ഫ്യൂവലിൻ്റെ അളവ് എത്രയാണ്, അതൊക്കെ കണ്ടെത്താനുള്ള മെത്തേഡുണ്ട്. ദെൻ CV എന്ന് പറഞ്ഞാൽ കലോറിഫിക് വാല്യൂ ഓഫ് ഫ്യൂവലിൻ്റെ കലോറിഫിക് വാല്യൂ എത്രയുണ്ട്, ഡീസലാണ്, അപ്പോൾ അതിൻ്റെ കലോറിഫിക് വാല്യൂ എത്രയാണെന്നുള്ള കാര്യം അത് നോൺ വാല്യൂ ആണ്. ഇനി ഇപ്പോൾ ഇതാണ് എന്ത് കൊടുത്ത ഹീറ്റ് എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര ഹീറ്റ് എനർജിയാണ് എൻജിനിലോട്ട് കൊടുത്തതെന്ന് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി ഈ ഹീറ്റ് എനർജിയാണ്, ഈ കൊടുത്തതാണല്ലോ ഏറ്റവും കൂടുതലുള്ള വാല്യൂ. ഈ ഹീറ്റ് എനർജി ഇനി ഏതെല്ലാം ഭാഗത്തിലോട്ടാണ് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോയത് എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലോട്ട് പോവാം? The various ways in which heat is utilized are heat equivalent to brake power of the engine. കുറച്ച് ഭാഗം ബ്രേക്ക് പവർ ആയിട്ട് മാറും. ആ കൊടുത്ത ഹീറ്റ് സപ്ലൈഡിൻ്റെ കുറച്ച് ഭാഗം ബ്രേക്ക് പവർ ആയിട്ട് മാറി. അപ്പോൾ അതാണ് ഹീറ്റ് സപ്ലൈഡ് ഒരു ഭാഗം ബ്രേക്ക് പവർ ആയിട്ട് മാറി. ദെൻ ഹീറ്റ് ക്യാരിഡ് അവേ ബൈ ദ കൂളിംഗ് വാട്ടറിലോട്ട് കുറച്ച് ഹീറ്റ് എനർജി നഷ്ടപ്പെട്ടു. ഇനി ഹീറ്റ് ക്യാരിഡ് അവേ ബൈ എക്സോസ്റ്റ് ഗ്യാസിലോട്ട് കുറച്ച് പോയി. എക്സോസ്റ്റ് ഗ്യാസ് കുറച്ച് ഹീറ്റ് കൊണ്ടുപോയി. ദെൻ അൺഅക്കൗണ്ടഡ് ലോസ്, നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത ചില ലോസുകളുണ്ടാവും. അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള കുറച്ച് ലോസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഹീറ്റ് എനർജി 4 ഭാഗങ്ങളായിട്ടാണ് പോയത്. ഇതാണ് ഹീറ്റ് സപ്ലൈഡ്, നമ്മൾ കൊടുത്തത് ഹീറ്റ് എനർജി, ഹീറ്റ് സപ്ലൈഡ്. ആ ഹീറ്റ് സപ്ലൈഡ് എന്തെല്ലാമായിട്ട് മാറി? എക്സോസ്റ്റ് ഗ്യാസിലോട്ട് കുറച്ച് പോയി, ബ്രേക്ക് പവറായിട്ട് കുറച്ച് മാറി, നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. പിന്നെ കൂളിംഗ് വാട്ടറിലോട്ട് കുറച്ച് നഷ്ടപ്പെട്ടു. പിന്നെ അൺഅക്കൗണ്ടഡ് ലോസായി, നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത ചെറിയ ലോസായിട്ട് അങ്ങനെയും മാറി. ഇനി ഈ കൊടുത്ത ഹീറ്റും അതായത് ഇൻപുട്ടായിട്ട് കൊടുത്ത QSഉം പിന്നെ ബാക്കിയുള്ള ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? QSന് ഈക്വലായിട്ട് കിട്ടണം അല്ലേ? കൊടുത്ത ഹീറ്റ് എനർജി എത്രയാണ്? QS ആണ്. ആ QS എന്തെല്ലാമായിട്ട് മാറി? ഹീറ്റ് സപ്ലൈഡ് ഈക്വൽ ടു ബ്രേക്ക് പവറായിട്ട് ഒരു ഭാഗം പോയി, കൂളിംഗ് വാട്ടറിലോട്ട് ഒന്ന് പോയി, എക്സോസ്റ്റ് ഗ്യാസിലോട്ട് പോയി, പിന്നെ അൺഅക്കൗണ്ടഡ് ലോസ് ആയിട്ട് മാറി. അപ്പോൾ ഇതും പിന്നെ ഈ ഒരു ടേം മൊത്തം കൂട്ടിയാൽ ഈക്വലായിട്ട് മാറണം. ഓക്കെ, അപ്പോഴാണ് നമ്മളെ ഹീറ്റ് ബാലൻസ് ഷീറ്റ് റെഡി ആവുള്ളൂ. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹീറ്റ് സപ്ലൈഡിൻ്റെ ഇക്വേഷൻ കണ്ടെത്തി. ഇനി ബ്രേക്ക് പവർ കണ്ടെത്തണം. ബ്രേക്ക് പവർ കണ്ടെത്താൻ 2πNT/60 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുമ്പോൾ അതിൽ ആ ഇക്വേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ബ്രേക്ക് പവർ കണ്ടെത്തി. ലോഡ് കൊടുത്തതിൻ്റെ ശേഷം ബ്രേക്ക് പവറൊക്കെ കണ്ടെത്തി. അങ്ങനെ ബ്രേക്ക് പവർ കണ്ടെത്തിയതിൻ്റെ ശേഷം എന്ത് വേണം? ഇനി അതിനെ മിനിറ്റിലോട്ട് മാറ്റണം. ഇപ്പോൾ ബ്രേക്ക് പവർ നമുക്ക് കിട്ടുക കിലോ വാട്ടിലാണ് ബ്രേക്ക് പവർ കിട്ടുക അല്ലേ? എന്ന് പറഞ്ഞാൽ കിലോ വാട്ട് പറഞ്ഞാൽ എന്താണ്? കിലോ ജൂൾ പെർ സെക്കൻഡ് ആണല്ലോ അല്ലേ? ഇനി ഈ ബ്രേക്ക് പവറിന് കിലോ ജൂൾ പെർ മിനിറ്റിലോട്ട് വരും. കാരണം നമ്മൾ മിനിറ്റ് ബേസിസിലാണ് ചെയ്യുന്നത്.
അങ്ങനെ ബ്രേക്ക് പവർ ആദ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അതിനെ കിലോ ജൂൾ പെർ മിനിറ്റിലോട്ട് മാറ്റണം. അപ്പോൾ അതിനു വേണ്ടി QBP = അതായത് ബ്രേക്ക് പവർ ഇക്വലൻ്റ് ആയിട്ടുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള BP × 60 മിനിറ്റിലോട്ട് മാറ്റിയതാണ്. ബ്രേക്ക് പവറിനെ നമ്മൾ എന്ത് ചെയ്തു, 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം അതിനെ മിനിറ്റിലോട്ട് മാറ്റി. ഓക്കെ, അപ്പോൾ അതാണ് ബ്രേക്ക് പവറിനെ നമ്മൾ മിനിറ്റ് എന്നുള്ള അതിലോട്ട് മാറ്റി. ഇനി രണ്ടാമത്തത് ഹീറ്റ് ക്യാരിഡ് അവേ ബൈ ദ കൂളിംഗ് വാട്ടർ. കൂളിംഗ് വാട്ടറിലോട്ട് എത്ര ഹീറ്റാണ് നഷ്ടപ്പെട്ടതെന്ന് എങ്ങനെ കണ്ടെത്താൻ പറ്റും? അതിൻ്റെ ഇക്വേഷനാണ് കൊടുത്തിട്ടുള്ളത്. QW കൂളിംഗ് വാട്ടറിലോട്ട് നഷ്ടപ്പെട്ട ഹീറ്റ്, അത് MW × CPW × TWO - TWI. അതാണ് ഇക്വേഷൻ. അതിൽ ഓരോ ടേമും എന്താണെന്ന് വെച്ചാൽ MW എന്ന് പറയുന്നത് മാസ് ഓഫ് കൂളിംഗ് വാട്ടർ സർക്കുലേറ്റഡ്. കൂളിംഗ് വാട്ടർ മിനിറ്റിൽ സർക്കുലേറ്റ് ചെയ്ത കൂളിംഗ് വാട്ടറിൻ്റെ മാസ് എത്രയാണ്, അത് നമ്മളൊരു ലിറ്റർ മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ അളവ് കണ്ടെത്തുക. ദെൻ CPW എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് ഓഫ് കൂളിംഗ് വാട്ടർ. കൂളിംഗ് വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റാണ്, അത് ഒരു നോൺ വാല്യൂ ആണ്. ദെൻ TWI എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് കൂളിംഗ് വാട്ടർ അറ്റ് ഇൻലെറ്റ്. ഇൻലെറ്റിലുള്ള കൂളിംഗ് വാട്ടർ പൈപ്പിലൂടെ വന്നിട്ട് എൻജിനിലൂടെ സർക്കുലേറ്റ് ചെയ്ത് പുറത്തോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ആ എൻജിനിലോട്ട് വരുന്ന ഭാഗത്തുള്ള വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്, അതായത് എൻജിനിലോട്ട് കടക്കുമ്പോൾ ആ കൂളിംഗ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്, അതാണ് TWI. ഇനി TWO അങ്ങനെ എൻജിനിലൂടെ കംപ്ലീറ്റ് ആയിട്ട് സർക്കുലേറ്റ് ചെയ്ത് പുറത്തോട്ട് പോകുമല്ലോ, ആ പുറത്തോട്ട് പോകുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്, അതാണ് ടെമ്പറേച്ചർ ഓഫ് കൂളിംഗ് വാട്ടർ അറ്റ് ഔട്ട്ലെറ്റിൽ എത്രയാണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അങ്ങനെ. ഇനി മൂന്നാമത്തത് ഇക്വേഷൻ ഹീറ്റ് ക്യാരിഡ് അവേ ബൈ ദ എക്സോസ്റ്റ് ഗ്യാസ്. ഇനി എക്സോസ്റ്റ് ഗ്യാസിലോട്ട് എത്രയാണ് ഹീറ്റ് നഷ്ടപ്പെട്ടത് എന്ന് കണ്ടെത്തണം. അതിന് ഇക്വേഷനാണ് QG = mg CPG × TG - TR. ഓക്കെ, അപ്പോൾ എന്താണ് mg എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എക്സോസ്റ്റ് ഗ്യാസ് ഇൻ കിലോഗ്രാം പെർ മിനിറ്റ്. എക്സോസ്റ്റ് ഗ്യാസിൻ്റെ മാസ് എത്രയാണ്, എന്നുള്ളതാണ്. അത് മെഷർ ചെയ്യാനുള്ള ഒരു ഡിവൈസ് ഉണ്ടായിരിക്കും എക്സോസ്റ്റ് ഗ്യാസിൻ്റെ മാസ് മെഷർ ചെയ്യാൻ. അങ്ങനെ mg കിട്ടുന്നു. പിന്നെ മാസ് ഓഫ് എയർ കൺസ്യൂംഡ്, അത് നമുക്കത് വോളിയോമെട്രിക് എഫിഷ്യൻസി കണ്ടെത്താണ്ടെങ്കിലുള്ള ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അത് ഈ ഇക്വേഷനിൽ ആവശ്യമില്ല. പിന്നെ മാസ് ഓഫ് ഫ്യൂവൽ കൺസ്യൂംഡ്, അതൊക്കെ ആദ്യം കൊടുത്താണ്, അതിൻ്റെ ഇടയിൽ കയറി വന്നതാണ്. പിന്നെ CPG, ഇത് രണ്ടും ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല. ഓക്കെ, ഇനി CPG സ്പെസിഫിക് ഹീറ്റ് ഓഫ് എക്സോസ്റ്റ് ഗ്യാസിൻ്റെ സ്പെസിഫിക് ഹീറ്റ് എത്രയുണ്ട്, എക്സോസ്റ്റ് ഗ്യാസിൻ്റെ സ്പെസിഫിക് ഹീറ്റ് അതിവിടെ നോൺ വാല്യൂ ആണ്. പിന്നെ TG, ഇനി അവിടെ TG ഉണ്ട്. TG പറഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്, അത് എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെ അവിടെ ഒരു തെർമോമീറ്റർ ഉണ്ടാവും, അത് ഉപയോഗിച്ച് കണ്ടെത്തും. പിന്നെ TR എന്ന് പറഞ്ഞത് റൂം ടെമ്പറേച്ചർ, അത് ഒരു തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് കണ്ടെത്തും. ഓക്കെ, അങ്ങനെ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എക്സോസ്റ്റ് ഗ്യാസിലോട്ട് എത്ര ഹീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണ്ടെത്താൻ പറ്റും. അങ്ങനെ അതും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അൺഅക്കൗണ്ടഡ് ലോസ് ഉണ്ട്, നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത ഒരു ലോസ് എന്ന് പറയുമ്പോൾ Q = QS. നമ്മൾ എത്ര ഹീറ്റാണോ സപ്ലൈ ചെയ്തത് അതിൽ നിന്ന് നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ബ്രേക്ക് പവർ, കൂളിംഗ് വാട്ടർ, എക്സോസ്റ്റ് ഗ്യാസ് അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ചെറിയൊരു വാല്യൂ ഉണ്ടാവും, അതാണ് അൺഅക്കൗണ്ടഡ് ലോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് കണ്ടെത്താൻ പറ്റാത്തത്. ഇനി അങ്ങനെ ഈ 4 കാര്യങ്ങൾ ഇപ്പോൾ എന്ത് കണ്ടെത്തി, ബ്രേക്ക് പവർ, ഹീറ്റ് ഇക്വാലൻ്റ് ടു ബ്രേക്ക് പവർ കണ്ടെത്തി, അതേപോലെ കൂളിംഗ് വാട്ടറിലോട്ട് എത്ര പോയി, എക്സോസ്റ്റ് ഗ്യാസിലോട്ട് എത്ര പോയി, അൺഅക്കൗണ്ടഡ് എത്ര പോയി, അങ്ങനെ ഈ 4 ഹീറ്റ് ലോസുകളും കണ്ടെത്തി. ഇനി എന്ത് ചെയ്താൽ മതി, നേരെ ഈ ഒരു ടാബ്ലർ കോളല്ല, ഈ ഒരു ഹീറ്റ് ബാലൻസ് ഷീറ്റ് ഉണ്ട്, ആ ഹീറ്റ് ബാലൻസ് ഷീറ്റിലോട്ട് ഇനി അതിനെ മാറ്റിയാൽ മതി. ഓക്കെ,
ഇവിടെ ഹീറ്റ് സപ്ലൈഡ് ഇവിടെ ഒരു സീരിയൽ നമ്പർ, ഒരു കോളം, പർട്ടിക്കുലേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് ഹീറ്റ് സപ്ലൈഡ് ആണ്. രണ്ടാമത്തത് എത്ര ബ്രേക്ക് പവറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹീറ്റ് എത്രയാണ്, കൂളിംഗ് വാട്ടറിൻ്റെ ഹീറ്റ് എത്രയാണ്, എക്സോസ്റ്റ് ഗ്യാസ് എത്രയാണ്, പിന്നെ അൺഅക്കൗണ്ടഡ് ലോസ് എത്രയാണ്, ഒക്കെ ഓരോ പോയിൻ്റാക്കി എഴുതാം. എന്നിട്ട് ഹീറ്റ് സപ്ലൈഡ് എത്രയാണ് നമ്മൾ കണ്ടെത്തി, അത് ഇതിൽ എഴുതുന്നു. ബ്രേക്ക് പവറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ ഇതിൽ എഴുതുന്നു. കൂളിംഗ് വാട്ടറിലോട്ട് നഷ്ടപ്പെട്ട ഇതിൽ എഴുതുന്നു. എക്സോസ്റ്റ് ഗ്യാസിലോട്ട് നഷ്ടപ്പെട്ടത് വാല്യൂ ഇതിൽ എഴുതുന്നു. ഒക്കെ കിലോ ജോൾ പെർ മിനിറ്റിലാണ് കേട്ടോ. ഒക്കെ നമ്മൾ അവിടെ മാറ്റിയിട്ടുണ്ട്. പിന്നെ അൺഅക്കൗണ്ടഡ് ലോസ് എത്രയാണ് അതും ഇതിൽ എഴുതുന്നു. പിന്നെ അതിൻ്റെ ഒക്കെ പേഴ്സൻറ്റേജ് ചെയ്താൽ, കാരണം ഇത് 100 ആയിരിക്കും. ഹീറ്റ് സപ്ലൈഡ് 100 ആണ്. അതിൽ നിന്ന് പിന്നെ ഓരോ ചിലപ്പോൾ ഇത് 30% ബ്രേക്ക് പവർ, ഇത് 30%, അങ്ങനെ ഒരു ശതമാനക്കണക്കും അത് എഴുതാം. പിന്നെ ഇതാണെന്ത് അതിൻ്റെ ക്രെഡിറ്റ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയാം, ഹീറ്റ് സപ്ലൈഡ് മാത്രം ഇതിൽ എഴുതാം. പിന്നെ അതിൻ്റെ പേഴ്സൻറ്റേജ് എഴുതാം. പിന്നെ ഹീറ്റ് ബ്രേക്ക് പവർ ഉണ്ട്, ബ്രേക്ക് പവറിന് ഇക്വലൻ്റ് ആയിട്ടുള്ളത് ഇതിൽ എഴുതുക, അതിൻ്റെ ശതമാനം എഴുതുന്നു. പിന്നെ കൂളിംഗ് വാട്ടറിലോട്ടുള്ളത് ഇതിൽ എഴുതുക, അതിൻ്റെ ശതമാനം എഴുതുക. എക്സോസ്റ്റ് ഗ്യാസിലോട്ടുള്ള ഇതിൽ എഴുതുന്നു, അതിൻ്റെ ശതമാനം എഴുതുന്നു. അൺഅക്കൗണ്ടഡ് ഇതിൽ എഴുതുന്നു, അതിൻ്റെ ശതമാനം എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കോളത്തിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടം വരെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്നിട്ട് ക്രെഡിറ്റ് എത്രയാണ് ക്രെഡിറ്റ് ആയത് എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ വരവ് എന്നാണ്. ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ടോട്ടൽ ഹീറ്റ് ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നു. ഇപ്പോൾ 100 കിലോ ജോളാണ്, 100 എടുത്ത് എഴുതുന്നു. അപ്പോൾ 100%. പിന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ കോളം കംപ്ലീറ്റ് ആയിട്ട് കൂട്ടുമ്പോൾ ഇവിടെ കിട്ടും ഒരു വാല്യൂ. അതേപോലെ ഈ കോളത്തിലൊന്നും എഴുതണ്ട, അതവിടെ ഇങ്ങനെ കാൽക്കുലേറ്റ് ഇവിടെ ടോട്ടൽ എഴുതാം. അപ്പോൾ ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ 100 കിട്ടണം, ഇവിടെ 100 കിട്ടണം. അപ്പോൾ കൊടുത്തതും ചിലവായതും എന്തായിരിക്കണം, ഒരേ വാല്യൂ ആയിരിക്കണം. ഇതാണ് എന്ത് ഹീറ്റ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ടാബുലർ കോളത്തിൽ എന്ത് ഈ ഒരു ഹീറ്റ് ബാലൻസ് ഷീറ്റിൽ ഈ ഒരു കോളം ഒന്നും ചെയ്യണ്ട. അതേപോലെ ഈ ഡെബിറ്റിൽ ഈ ഒരു റോയിൽ ഒന്നും ചെയ്യണ്ട. ഓക്കെ, എഴുതേണ്ടത് ഇവിടെ എഴുതണം, ഇവിടെ എഴുതണം, ഇവിടെ എഴുതണം, ഇവിടെ എഴുതണം, ഇവിടെ 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 ഇവിടെ. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഷീറ്റ് കിട്ടും. അപ്പോൾ ഇതൊന്ന് ഇക്വേഷൻസ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, വായിക്കുക കേട്ടോ. താങ്ക് യു.